സി ഫോർ ക്ലാരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനാണ്. ആൽഫബറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ പാറ്റേൺ ഓർത്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ആൽഫബറ്റ്സിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ പാറ്റേൺ ഓർത്ത് വയ്ക്കാനുള്ള ഒരു ട്രിക്കാണ്, ഒരു കോഡാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ എയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് സെറ്റ്, ബി എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് വൈ. അപ്പൊ ഇത് ഈ കോഡിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് വരുന്നത് വൈ ആണ്, അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ബൈ. സിയുടെ ഓപ്പോസിറ്റ് ആണ് എക്സ്, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് 6. ഡിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഡബ്ല്യു, അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഡ്യൂ, മഞ്ഞ എന്ന് പറയുന്നത്. ഇയുടെ ഓപ്പോസിറ്റ് ആണ് വി, ഓപ്പോസിറ്റ് വരുന്ന ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇയുടെ ഓപ്പോസിറ്റ് വി ആണ്, ഓർത്ത് വയ്ക്കാനുള്ള കോഡ് വി വരും. എഫിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് യു, അപ്പൊ അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് 4 എന്ന് പറയുന്നത്. ജിയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ടി, അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഗോട്ട്, അതാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്നൊക്കെ ഓർത്ത് വയ്ക്കും. എച്ചിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് എസ്, ഐയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ആർ. അപ്പോൾ എച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എസ് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഹൈസ്കൂൾ. ഐയുടെ ഓപ്പോസിറ്റ് വരുന്ന കോഡാണ് ആർ, അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ഇന്ത്യൻ റെയിൽവേ. ജെയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് ക്യൂ, അത് ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ജംഗിൾ ക്വീൻ. ജംഗിൾ ക്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂലദേവ്. കെയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് പി, ഓർത്ത് വയ്ക്കാനുള്ള വേർഡാണ് കാർട്ടൂൺ. എന്നിന്റെ ഓപ്പോസിറ്റ് ആണ് ഒ, ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് ലവ്. എമ്മിന്റെ ഓപ്പോസിറ്റ് ആണ് എൻ, ഓർത്ത് വയ്ക്കാനുള്ള കോഡാണ് മെൻ. ഓക്കെ, മെൻ എന്ന് പറയും. ഇനി ഇതെങ്ങനെയാണ് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു രീതി എങ്ങനെയാണ് ഇത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. എയുടെ ഓപ്പോസിറ്റ് ആണ് സെറ്റ്, ബിയുടെ ഓപ്പോസിറ്റ് ആണ് വൈ, സിയുടെ ഓപ്പോസിറ്റ് ആണ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിന്റെ സം എപ്പോഴും എപ്പോഴും 27 ആയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിന്റെ ആൽഫബറ്റ് പൊസിഷൻ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്ന തുക ഏതാണ്? 27. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആൽഫബറ്റ് ആണ്, സെഡ് എന്ന് പറയുന്നത് 26. ഇത് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന തുക എന്ന് പറയുന്നത് 27. ജി എന്ന് പറയുന്നത് 7ാമത്തെ ആൽഫബറ്റ്, ടി എന്ന് പറയുന്നത് 20ാമത്തെ ആൽഫബറ്റ്. ഇപ്പൊ രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 27. അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എപ്പോഴും ആഡ് ചെയ്താൽ കിട്ടുന്ന തുക എത്രയായിരിക്കണം? 27. അപ്പൊ ആൽഫബറ്റിലെ ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് തമ്മിൽ, ഓപ്പോസിറ്റ് ലെറ്റേഴ്സിന്റെ പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും കിട്ടുന്നത് 27. ഇനി ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്ന ചോദ്യമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് കാണാപ്പാഠം പഠിക്കും. കാണാപ്പാഠം പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ബൈ, സി 6, ഡി ഡ്യൂ, ഇ ഈവനിങ്, എഫ് 4, ജി കോട്ട്, എച്ച് ഹൈസ്കൂൾ, ഐ ഇന്ത്യൻ റെയിൽവേ,
J jungle queen, K cartoon, L love, M man. ഓക്കെ, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പിടിക്കും. വൈയുടെ ഓപ്പോസിറ്റ് വരുന്നത് ബി, എക്സിന്റെ ഓപ്പോസിറ്റ് വരുന്നത് സി, ഡബ്ല്യുവിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഡി, വിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഇ, യുവിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എഫ്, ടിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ജി, എസിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എച്ച്, ആറിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഐ, ക്യൂവിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ജെ, പിയുടെ ഓപ്പോസിറ്റ് വരുന്നത് കെ, ഓയുടെ ഓപ്പോസിറ്റ് എൻ, എന്നിന്റെ ഓപ്പോസിറ്റ് എൻ ഫോർ ന്യൂഡൽഹി, എന്നിന്റെ ഓപ്പോസിറ്റ് വരുന്നത് എം. അപ്പോൾ രണ്ട് രീതിയിലും ബി വൈ സി എക്സ് എന്ന് പറയുന്നത് പോലെ വൈ ബി എക്സ് സി, ഈ രണ്ട് രീതിയിലും നമ്മൾ ഇത് പറഞ്ഞ് ഈ കോഡ് മനപ്പാടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇത് വെച്ചിട്ടുള്ള ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.